പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെ റോഡിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ എം.എൽ.എ. അറിയിച്ചു. എം.എൽ.എ. ഫണ്ടിൽ നിന്നും 10,15,815 രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള റോഡിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായി കണ്ടുവരികയും നിരവധി അപകടങ്ങളും അതിനെ തുടർന്ന് ജീവഹാനിയും ഗുരുതര പരിക്കുകളും ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പുന്നേക്കാട് പ്രദേശവാസികൾ മാത്രമല്ല, കുട്ടമ്പുഴയിലേക്കുള്ള പ്രധാന റോഡെന്ന നിലയിൽ കൂടിയും കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡെന്ന നിലയിലും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ റോഡിൽ വെളിച്ചമില്ലാത്തതുമൂലവും വലിയ ഭീതിയിലും ഭയപ്പാടിലുമാണ് ജനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി എം.എൽ.എ. ഫണ്ടിൽ നിന്നും 10,15,815 രൂപ അനുവദിച്ച് സ്ട്രീറ്റ് മെയിൻ വലിച്ച് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. എന്നാൽ എം.എൽ.എ. ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡങ്ങൾ മൂലം പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പ്രദേശത്തെ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്ത് എം.എൽ.എ. ഫണ്ട് വിനിയോഗിച്ച് പ്രവൃത്തി നിർവഹിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് എം.എൽ.എ. സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ചാണ് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ പ്രത്യേക അനുമതി ലഭിച്ചിട്ടുള്ളത്. കുട്ടമ്പുഴ, കീരമ്പാറ പഞ്ചായത്തുകളിലെ വലിയൊരു ജനസമൂഹത്തിന്റെ കാലാകാലങ്ങളായുള്ള ആവശ്യമാണിപ്പോൾ സാധ്യമാകുന്നതെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.